രാവണന്റെ രാജസദസ്സിലേക്ക് ആരോ പതിവില്ലാതെ വരുന്നു. ആരാണ് ആ വൃദ്ധൻ? മാല്യവാൻ. നീതികുശലനായ അദ്ദേഹം രാജമാതാവിൻ്റെ പിതാവാണ്. താൻ ഉപദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നവനല്ല രാവണൻ എന്നറിയാം. എങ്കിലും കാരണവർ എന്ന നിലയ്ക്ക് കടമ നിർവഹിക്കണമല്ലോ എന്ന് ഓർത്ത് ഉപദേശിക്കുക തന്നെ. സീത ലങ്കയിൽ വന്ന അന്നു മുതൽ രാജ്യത്ത് ദുശകുനങ്ങളാണ്. നാശനഷ്ടങ്ങൾക്ക് കണക്കുണ്ടോ? ദുർനിമിത്തങ്ങൾ കണ്ടിട്ടും രാവണന് കുലുക്കമുണ്ടോ? കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ? സദാസമയവും മേഘങ്ങൾ ഇടിവെട്ടി അലറുന്നു. ചുടുരക്തം കോരിച്ചൊരിയുന്ന മഴ. ദേവപ്രതിമകൾ ശബ്ദിക്കുന്നു. സമുദ്രം ഇളകി മറിയുന്നു. മഹാകാളി ലങ്കയെ നോക്കി പല്ലിളിച്ചു പരിഹസിക്കുന്നു. പശുക്കൾ കഴുതകളെ പ്രസവിക്കുന്നു. എലികൾ കീരിയോടും പൂച്ചയോടും പൊരുതുന്നു. പരുന്തിനോട് പാമ്പുകൾ. വികൃത രൂപങ്ങൾ വീടുകളിൽ ചെന്ന് ഭയപ്പെടുത്തുന്നു. രാവണ, ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത്. വംശം രക്ഷിക്കണം, സമാധാനം സ്ഥാപിക്കണം, നീതി നടത്തണം. പ്രവർത്തിക്കില്ലെന്നറിയാം, എങ്കിലും പറയുകയാണ്. സർവനാശം ഒഴിവാക്കാൻ സീതയെ ശ്രീരാമന് നൽകുക. മഹാവിഷ്ണുവിൻ്റെ പുണ്യ അവതാരമായ രാമൻ എല്ലാ തെറ്റുകളെയും ക്ഷമിക്കാൻ കഴിയുന്നവനാണ്. ആരുടെയും ഉപദേശം സ്വീകരിക്കാൻ രാവണൻ തയ്യാറല്ല. രാവണന് ഒന്നേ പറയാനുള്ളൂ. താൻ 3 ലോകങ്ങളുടെയും അധിപനാണ്. തൻ്റെ ഇഷ്ടം പോലെ മാത്രമേ താൻ ചെയ്യൂ. തൻ്റേതെന്ന് കരുതിയിരുന്ന പല ബന്ധുക്കളും ശത്രുവിന് അനുകൂലം പറയുന്നവരായി മാറിയിരിക്കുന്നു. ഉപദേശം കേട്ട് കാത് പൊളിഞ്ഞു. മാല്യവാൻ കാരണവരാണ്. ഇറങ്ങിപ്പോകാൻ പറയുന്നത് ശരിയല്ലല്ലോ. രാവണൻ മന്ത്രിമാരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി നടന്നു. മാളിക മുകളിൽ നിന്ന് വാനരപ്പടയെ നിരീക്ഷിച്ചത് മുതൽ രാവണന്റെ തലകളിൽ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി. വാനരപ്പടയോട് ഏറ്റുമുട്ടാൻ രാക്ഷസപ്പടയെ സജ്ജമാക്കി. മാല്യവാൻ സ്ഥലം വിട്ടു. രാവണൻ മന്ത്രിമാരോടൊപ്പം വീണ്ടും രാജസദസ്സിലെത്തി. രാവണൻ രാജസദസ്സിലിരിക്കുന്നത് ശ്രീരാമൻ കണ്ടു. ഒരമ്പെടുത്തു വിട്ടു. വെൺകൊറ്റക്കുടകളും കിരീടങ്ങളും തെറിച്ചു വീണു. രാവണൻ തീരെ പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു അത്. നാണക്കേട് തോന്നി. ഒന്നും പറയാതെ രാവണൻ അന്തഃപുരത്തേക്ക് പോയി. യുദ്ധം നീട്ടിക്കൊണ്ടു പോയിക്കൂടാ. രാവണൻ എല്ലാവർക്കും ഉടനെ ആജ്ഞ നൽകി. കൂടിയാലോചിക്കാൻ. ആർക്കും എതിർപ്പില്ല. യുദ്ധം തുടങ്ങുക. എല്ലാവരും ഒരേ ശബ്ദത്തിൽ തീരുമാനിച്ചു. പോത്ത്, ഒട്ടകം, കഴുത, പുലി, സിംഹം എന്നീ മൃഗങ്ങളെ വാഹനങ്ങളാക്കിയ സൈന്യങ്ങളും വാൾ, ശൂലം, വടി, വേൽ, വില്ല്, കയറ് എന്നീ ആയുധങ്ങൾ ഏന്തിയ രാക്ഷസന്മാരും കോട്ടവാതിലുകളിൽ എത്തിച്ചേർന്നു. വാനരപ്പട മലകൾ അടർത്തിയും മരങ്ങൾ പുഴക്കിയെടുത്തും രാവണസേനയോട് ഏറ്റുമുട്ടി. പലതരം ഗർജനങ്ങൾ, മൃഗങ്ങളുടെ രോദനങ്ങൾ, ആനകളുടെ ചിഹ്നം വിളികൾ, കുതിരകളുടെ കുളമ്പടികൾ, മുറിവേറ്റവരുടെ കരച്ചിലുകൾ, ആകെ ഒരു ബഹളം. വാനരന്മാർ നഖങ്ങളും പല്ലുകളും കൊണ്ട് രാക്ഷസന്മാരെ ആക്രമിച്ചു. മരങ്ങളും പാറകളും എടുത്ത് എറിഞ്ഞു. രാക്ഷസന്മാർ കോട്ടയ്ക്ക് പുറത്തു കടന്ന് ആയുധങ്ങളെടുത്ത് വാനരസേനയെ നേരിട്ടു. യുദ്ധം ഭയങ്കരമായിരുന്നു. ചോരയും മാംസവും സർവത്ര. ആയിരക്കണക്കിന് വാനരന്മാരെ രാക്ഷസന്മാരും രാക്ഷസന്മാരെ വാനരന്മാരും കൊന്നൊടുക്കി. വാനര സൈന്യം ഗർജിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടെ രാക്ഷസന്മാർക്കു നേരെ ആഞ്ഞടിച്ചു. വാനരപ്പടയെ നേരിടാൻ രാവണൻ പ്രത്യേക കൽപ്പനകൾ നൽകി. രാക്ഷസന്മാരെ സജ്ജമാക്കി. മരണം ഭയപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകി സൈന്യബലം വർദ്ധിപ്പിച്ചു. വീണ്ടും ശക്തിയാർജിച്ച രാക്ഷസ സൈന്യം അതികായൻ, പ്രഹസ്തൻ, മഹാനാഥൻ, മഹോദരൻ, ദേവശത്രു, നികുംഭൻ, ദേവാന്തകൻ, നരാന്തകൻ എന്നീ പ്രബലന്മാരോടൊപ്പം വാനരന്മാരോട് ഏറ്റുമുട്ടി. ചിലർ ലക്ഷ്മണനാൽ വധിക്കപ്പെട്ടു. മറ്റു ചിലർ സുഗ്രീവനാലും ഹനുമാനാലും അംഗദനാലും മരിച്ചവർക്ക് കണക്കില്ല. ഇത്തവണയും വിജയം വാനരപക്ഷത്തായിരുന്നു. ശ്രീരാമ തേജസ് ഉൾക്കൊണ്ട് വാനരന്മാർ ശക്തിയാർജിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ദേവകാര്യത്തിന് വേണ്ടി പൊരുതുന്നത് അവരാണല്ലോ.
അതികായൻ തുടങ്ങിയ മഹാരഥന്മാർ യുദ്ധത്തിൽ ഒടുങ്ങിയത് കേട്ട് രാവണൻ മനോവേദനയോടെ ലങ്കയുടെ സംരക്ഷണം ഇന്ദ്രജിത്തിന് നൽകി. രാമനോട് പൊരുതാൻ പുറപ്പെട്ടു. രാവണൻ ദിവ്യരഥത്തിലേറി രാമനു നേരെ പാഞ്ഞടുത്തു. നിരവധി വാനരന്മാരെ കൊന്നു. സുഗ്രീവനെ തറ പറ്റിച്ചു. വിഭീഷണൻ ഗദയുമെടുത്ത് ശത്രുകൂടാരത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ രാവണന് സഹിച്ചില്ല. മായാസുരൻ തനിക്കു നൽകിയ മായാശക്തി വിഭീഷണനു നേരെ പ്രയോഗിച്ചു. അതുകണ്ട് ലക്ഷ്മണൻ വിഭീഷണന്റെ മുമ്പിലെത്തി തടസ്സമുണ്ടാക്കി. ആ ശക്തി മഹത്തായതാണ്. ലക്ഷ്മണനിൽ അത് പതിച്ചു. ലക്ഷ്മണൻ മോഹാത്സ്യപ്പെട്ട് വീണു. രാക്ഷസ സൈന്യം ഗർജിച്ചുകൊണ്ട് വിജയഭേരി മുഴക്കി. തട്ടഹസിച്ച് വീണുകിടക്കുന്ന ലക്ഷ്മണനെ എടുക്കാൻ രാക്ഷസന്മാർ ഓടിയെത്തി. പക്ഷേ അവർക്ക് ലക്ഷ്മണനെ പൊക്കാൻ കഴിയുന്നില്ല. മഹാവിഷ്ണുവിന്റെ അംശ അവതാരമാണ് ലക്ഷ്മണൻ. ഒരു രാക്ഷസന് മഹാവിഷ്ണുവിനെ പൊക്കിയെടുക്കാൻ കഴിയുമോ? ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ച രാവണനു നേരെ ഹനുമാൻ പെട്ടെന്ന് ചാടി വീണു. രാവണന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. രാവണൻ പ്രഹരമേറ്റ് മുട്ടുകുത്തി നിലം പതിച്ചു. തളർന്ന് തേർതട്ടിലിരുന്നു. ഹനുമാൻ ലക്ഷ്മണനെ എടുത്ത് രാമന്റെ അടുത്തു കൊണ്ടുവന്നു. തളർച്ച മാറിയപ്പോൾ രാവണൻ വീണ്ടും പാഞ്ഞടുത്തു. ഭയങ്കരമായ രാവണ യുദ്ധം നടന്നു. രാമബാണങ്ങളേറ്റ് രാവണൻ മോഹാത്സ്യപ്പെട്ടു. കയ്യിൽ നിന്ന് വില്ല് തെറിച്ചു വീണു. രാമൻ കിരീടങ്ങൾ തകർത്തു. നിരായുധനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. രാവണനെ പോകാൻ അനുവദിച്ചു. രാവണന് ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ തിരിച്ചടി. രാവണൻ ലജ്ജിതനായി അന്തപുരത്തിലേക്ക് മടങ്ങി. ലക്ഷ്മണൻ എഴുന്നേറ്റിട്ടില്ല. രാമൻ അടുത്തു വന്ന് ആ ശരീരം തലോടി. മാരുതിയെ വിളിച്ചു. ദിവ്യ ഔഷധം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. മറ്റു മാർഗങ്ങളില്ല. ഹനുമാൻ ഉടൻ യാത്രയായി. രാവണൻ എങ്ങനെയോ ഈ വിവരം അറിഞ്ഞു. ലക്ഷ്മണൻ ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല. യഥാസമയം ഔഷധം എത്തിക്കൂടാ. മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കിയാലും മായയാൽ ഹനുമാനെ തെറ്റിദ്ധരിപ്പിച്ചും പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കണം. രാത്രി തന്നെ കാലനേമിയുടെ ഭവനത്തിലെത്തി. രാവണൻ ശോകാകുലനാണ്. തൻ്റെ വരവിൻ്റെ ഉദ്ദേശം രാവണൻ കാലനേമിയെ അറിയിച്ചു. ലക്ഷ്മണന് ദിവ്യ ഔഷധം കിട്ടാനുള്ള വഴികൾ തടയണം. അതിന് തന്നെ സഹായിക്കണം. രാവണൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. താൻ ചെയ്യേണ്ടത് എന്തെന്നുകൂടി വ്യക്തമാക്കാൻ കാലനേമി ആവശ്യപ്പെട്ടു. മായാവിയാണ് കാലനേമി. അത് രാവണന് അറിയാം. മുനിവേഷം ധരിച്ച് ഹനുമാനെ ഭ്രമിപ്പിക്കണം. ഒരു ദിവ്യ മഹർഷിയുടെ സാന്നിധ്യം ഹനുമാന് തോന്നണം. അപ്പോൾ മഹർഷിയെ ശുശ്രൂഷിക്കാനും സൽക്കരിക്കാനും തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ ഔഷധമെത്താൻ താമസം നേരിടും. ഹനുമാനും ലക്ഷ്മണനുമാണ് വാനരപ്പടയ്ക്ക് ഏറെ കരുത്തു നൽകുന്നവർ. പിന്നെയെല്ലാം യുക്തം പോലെ. രാവണൻ പറഞ്ഞതെല്ലാം ചെയ്തു കൊള്ളാമെന്ന് കാലനേമി ഏറ്റു. പക്ഷേ രാവണൻ ആപത്ത് വരുത്തി വെക്കുകയാണെന്ന് കാലനേമി ഓർമ്മിപ്പിച്ചു. തനിക്ക് മരിക്കാൻ മടിയില്ല. മാരീചന് ഉണ്ടായത് തനിക്കും സംഭവിക്കും. രാവണനാണ് ഓർക്കേണ്ടത്. തൻ്റെ പുത്രനും പൗത്രനും ബന്ധുക്കളും എല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. വംശം നശിച്ചിട്ട് രാവണൻ മാത്രം എന്തിന് ജീവിക്കണം? സീതയെ രാമനെ ഏൽപ്പിക്കുക, രാജ്യം വിഭീഷണനും. ശേഷിച്ച കാലം മുനിമാരോടൊപ്പം കാട്ടിൽ കഴിയുക. കാലനേമി രാവണനെ മായയിൽ നിന്ന് അകറ്റാൻ ഒരു ശ്രമം നടത്തി. വൈരം വിട്ട് രാമനെ ഭജിക്കാൻ ഉപദേശിച്ചു. ഉപദേശം കേട്ടു മടുത്തു. രാവണൻ രോക്ഷം കൊണ്ടു വാളൂരി കാലനേമിയെ വെട്ടാൻ തുനിഞ്ഞു. ഉപദേശിച്ചിട്ട് ഫലമില്ലെന്നറിയാം. എങ്കിലും തൻ്റെ കടമ നിർവഹിച്ചതാണ്. കാലനേമി എല്ലാം സമ്മതിച്ച് അവിടുന്ന് പോകുന്നു. കാലനേമി മുനിയായി ചമഞ്ഞു. ആശ്രമം തീർത്തു. ഹനുമാനെയും പ്രതീക്ഷിച്ച് വനത്തിൽ താമസിച്ചു. ഹനുമാൻ ആകാശത്തിലൂടെ പോകുമ്പോൾ മഹർഷിയെ കണ്ടു. കൂടെ ശിഷ്യന്മാരുണ്ട്. ദിവ്യനാണെന്ന് തോന്നി. ആശ്രമത്തിൽ കയറി വന്ദിച്ചു. ശിവപൂജ കഴിഞ്ഞ് വന്ന മുനിയെ ഹനുമാൻ പരിചയപ്പെട്ടു. വരവിൻ്റെ ഉദ്ദേശം അറിയിച്ചു. ലക്ഷ്മണനും വാനരന്മാരും ആലസ്യം മാറി ഉണർന്നതായി ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടുവെന്ന് മുനി ഹനുമാനെ സമാധാനിപ്പിച്ചു. ഹനുമാൻ സന്തോഷിച്ചു. ഇനി ദ്രോണഗിരിയിലേക്ക് യാത്ര വേണ്ട, വേഗം മടങ്ങാം. ആശ്രമത്തിൽ നിന്ന് വെള്ളം കുടിച്ചുവെങ്കിലും ദാഹം തീർന്നില്ല. തടാകത്തിലേക്ക് തന്നെ പോകാം. അവിടെ ധാരാളം വെള്ളമുണ്ട്. കുടിക്കാം, കുളിക്കാം, ക്ഷീണം തീരും. തടാകത്തിൽ ഇറങ്ങി. കാലിൽ എന്തോ കടിച്ചു തൂങ്ങുന്നു. എന്താണത്? ഒരു പെൺമുതല. ഹനുമാന് ദേഷ്യം വന്നു. മുതലയുടെ വായ് പിളർന്ന് കൊന്നു. മുതലയ്ക്ക് ശാപമോക്ഷം കിട്ടി. അതൊരു അപ്സരസ്സായിരുന്നു.
മുനിയുടെ ശാപം കൊണ്ട് മുതലയായി പേര് ധന്യമാലി. അവൾ സന്തോഷിച്ചു. ഹനുമാനെ ഒരു സത്യം അറിയിച്ചു. ആശ്രമത്തിലുള്ള മഹർഷി രാവണന്റെ കിങ്കരനാണ്, കാലനേമി. ആ കപടമുനിയെ വധിച്ചു വേണം ദ്രോണഗിരിയിലേക്ക് പോകാൻ. ഹനുമാൻ ഉടൻ ആശ്രമത്തിലേക്ക് കുതിച്ചു. മായാവി രാക്ഷസനെ തലയ്ക്കടിച്ചു കൊന്നു. ആ ദുഷ്ടൻ തനിക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാക്കിയത്. തന്മൂലം ഔഷധം എത്തിക്കാൻ വൈകി. ഞൊടിയിടിയിൽ മരുത്വാ മലയിലെത്തി. ധൃതി കൊണ്ടാണോ എന്നറിയില്ല, മരുന്ന് കാണുന്നില്ല. തപ്പിത്തിരിഞ്ഞ് സമയം കളയണ്ട, പർവ്വതം തന്നെ പുഴക്കിയെടുത്തു. ഹനുമാൻ ലങ്കയിലേക്ക് പാഞ്ഞു. ദിവ്യ ഔഷധത്തിന്റെ പ്രഭാവത്താൽ ലക്ഷ്മണനും മറ്റു മോഹാലസ്യം വിട്ടുണർന്നു.